ക്വസ്റ്റ്യൻസ് കുറേ ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഒരു 2-3 തവണ വായിച്ച് നോക്കിയെങ്കിൽ തെറ്റിപ്പോകും. എനിക്ക് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതിൽ ലൈറ്റിംഗ് എന്നൊരു വേർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വായിച്ചപ്പോൾ ലൈറ്റിംഗ് എന്നാണ് വായിച്ചത്. എന്നിട്ട് രണ്ടാമത് വായിച്ചപ്പോഴാണ് ലൈറ്റിംഗ് ആണ് തെറ്റിയാനുണ്ട്. ഏത് ക്വസ്റ്റ്യൻ 2-3 തവണ വായിച്ചത് എന്നിട്ട് ചെയ്യാം. പിന്നെ അവർ ചോയ്സസ് തരും. ചോയ്സസിൽ നമുക്ക് ഏറ്റവും ആ സമയത്ത് ഏറ്റവും ആൾക്കായിട്ട് 3 മണിക്കൂറുണ്ട് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 9 മണിക്കൂർ വെച്ച് ഓരോ ക്വസ്റ്റ്യൻ എളുപ്പമായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു? ടഫായിരുന്നതാണോ ഈസി ആയിരുന്നു? ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈസി ആയിരുന്നു. ടൈമിംഗ് ഒക്കെ ഓൾഡോ നോക്കുമ്പം എക്സാമിന് എങ്ങനെയാണ്? ഭയങ്കര ടഫാണോ അതോ? ഇല്ല. ഓക്കെ, താങ്ക് യു കേട്ടോ. സെക്കൻഡ് ഷിഫ്റ്റ് എനിക്ക് സിമ്പിളായിട്ട് തോന്നി. ഞാൻ ചൂടും ടഫാണ്. ഞാനും വിചാരിച്ചു ടഫായിരിക്കും. പക്ഷേ ഇതിലൊക്കെ ബേസിക്സ് ആണ് വയ്ക്കുന്നുണ്ടാവും. ഒരു സാധനം മറ്റേ പ്രൊഡക്റ്റ് ഡിസൈൻ പിന്നെ ടൈം അത്യാവശ്യം നല്ല രീതിക്ക് ഞാനൊരു 5 o'clock ഒക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഷിഫ്റ്റ് സിമ്പിളായിരുന്നു. ടൈം കിട്ടി. നോക്കുന്ന എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഡ്രോയിങ് പാർട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിളായിരുന്നു. മറ്റേത് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ടഫായിരുന്നു. ഇല്ല, നന്നായിട്ട് എഴുതാൻ പറ്റി. സംഭവം എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഈ റിസൾട്ടിന് കാണാം. അതെ.